IMFനെയും താണ്ടി പാകിസ്ഥാൻ കടം വാങ്ങിക്കൂട്ടാൻ നെട്ടോട്ടം ഓടുകയാണ്. പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധി പിടിച്ചാൽ കിട്ടാത്ത തരത്തിൽ കുതിക്കുകയാണ്. എങ്ങനെ പാകിസ്ഥാന് രക്ഷപ്പെടാനാകും? പാകിസ്ഥാന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം എന്താണ്? ആരാണ് പാകിസ്ഥാനെ ഇതിൽ നിന്ന് സഹായിക്കുക? നമസ്കാരം, ഇന്നാട് മലയാളത്തിലേക്ക് സ്വാഗതം. 2024-25 ബജറ്റിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ചൈന പോലുള്ള പ്രധാന സഖ്യകക്ഷികളിൽ നിന്ന് $12 ബില്യൺ കടം വാങ്ങാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പണമില്ലാത്ത രാജ്യത്തേക്ക് അന്താരാഷ്ട്ര നാണയനിധിയുടെ പ്രതിനിധികൾ വരുന്നതിന് മുമ്പ് പണം നേടാനാണ് പാകിസ്ഥാന്റെ ശ്രമം. സൗദി അറേബ്യയിൽ നിന്ന് $5 ബില്യൺ, UAEയിൽ നിന്ന് $3 ബില്യൺ, ചൈനയിൽ നിന്ന് $4 ബില്യൺ വാങ്ങാനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള കൂടുതൽ ധനസഹായത്തിന്റെ എസ്റ്റിമേറ്റ് അടുത്ത സാമ്പത്തിക ബജറ്റ് വർഷത്തിൽ ഉൾപ്പെടുത്തും. പുതിയ വായ്പാ പദ്ധതിക്ക് കീഴിൽ പാകിസ്ഥാന് അന്താരാഷ്ട്ര നാണയനിധി അഥവാ IMFൽ നിന്ന് $1 ബില്യൺ ലഭിക്കും. അതേസമയം ലോകബാങ്കിൽ നിന്നും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നുമുള്ള പുതിയ ധനസഹായവും കണക്കാക്കിയ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ലോകം മുഴുവൻ കടം വാങ്ങാൻ പാകിസ്ഥാൻ ഒരുങ്ങിയിറങ്ങിക്കഴിഞ്ഞു. ഈ കടമെല്ലാം എങ്ങനെ അടച്ചു തീർക്കും എന്നൊരു ചോദ്യം ലോകരാജ്യങ്ങളുടെ മുന്നിലുമുണ്ട്. 3 വർഷത്തേക്ക് $6 മുതൽ $8 ബില്യൺ വരെയാണ് പാകിസ്ഥാൻ പുതിയ ബെയിൽ ഔട്ട് പാക്കേജിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പണമില്ലാതെ രാജ്യത്ത് 10 ലക്ഷത്തിലധികം ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ ലോകബാങ്ക് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ രാജ്യത്തെ ജനങ്ങൾ ദുരിത ജീവിതം നയിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി എത്ര രൂക്ഷമായാലും പിച്ചച്ചട്ടി എടുത്താലും പാകിസ്ഥാന്റെ ആയുധ ശേഖരണത്തിന് ഒരു കുറവും ഉണ്ടാകില്ല. ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നുവെന്ന വാർത്ത ലോകം ഞെട്ടലോടെയാണ് കേട്ടത്. ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോഴും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനാണ് പാകിസ്ഥാന് വ്യഗ്രത. ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ കടക്കാരനായി പാകിസ്ഥാൻ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന ചോദ്യം ലോകത്തിനു മുന്നിലുണ്ട്. പാകിസ്ഥാന്റെ സാമ്പത്തിക അടിത്തറ ഇളകിയതിനെക്കുറിച്ച് ചികഞ്ഞു നോക്കിയാൽ മനസ്സിലാകുന്ന ചില വസ്തുതകളുണ്ട്. അവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സർക്കാരും പാകിസ്ഥാനിൽ കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. സാധാരണയായി അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയോ വധിക്കപ്പെടുകയോ ഒക്കെയാണ് അവിടെ നടക്കുന്നത്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ കാര്യത്തിലും മറിച്ചല്ല സംഭവിച്ചത്. മറ്റൊരു പ്രധാന കാരണം പാകിസ്ഥാൻ തന്നെ അഭിമാനമായി കൊണ്ടു നടക്കുകയും സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്ന ഭീകരവാദമാണ്. ഭീകരവാദം പാകിസ്ഥാന്റെ എക്കാലത്തെയും തലവേദനയാണ്. ഇവിടെയാണ് മുൻ US സ്റ്റേറ്റ് സെക്രട്ടറി ഹിലരി ക്ലിന്റന്റെ വാക്കുകൾ പ്രസക്തമാകുന്നത്. 2011 പാകിസ്ഥാൻ അയൽ രാജ്യങ്ങൾക്ക് ഉയർത്തുന്ന വെല്ലുവിളിയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഹിലരിയുടെ വാക്കുകളിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾ വീട്ടുമുറ്റത്ത് പാമ്പുകളെ വളർത്തിയാൽ അവ നിങ്ങളുടെ അയൽക്കാരെ മാത്രം കടിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഒടുവിൽ ആ പാമ്പുകൾ വീട്ടുകാർക്ക് നേരെയും തിരിയും. ഭീകരവാദത്തെ പോറ്റി വളർത്തിയ പാകിസ്ഥാന് തന്നെ അതേ ഭീകരവാദം തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഭീകരവാദികൾ പാകിസ്ഥാനിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഭീഷണിയായി തീർന്നു കഴിഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയുടെ മറ്റു കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, അഴിമതി, നയതന്ത്ര ബന്ധത്തിലെ പരാജയങ്ങൾ, സുരക്ഷാ വെല്ലുവിളികൾ, കാലാവസ്ഥാ പ്രശ്നങ്ങൾ, അതിർത്തിയിലെ ഭിന്നത തുടങ്ങിയവയാണ്. നയതന്ത്ര ബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തത് പാകിസ്ഥാന്റെ എക്കാലത്തെയും പരാജയമാണ്. നിരവധി സുരക്ഷാ വെല്ലുവിളികളും രാജ്യം അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കാത്തതാണ്. പാകിസ്ഥാന്റെ കാലാവസ്ഥയെപ്പറ്റി പറയുകയാണെങ്കിൽ, അതും പ്രതികൂലമാണ്. പാകിസ്ഥാന് പേമാരിയിൽ രാജ്യത്തിന്റെ നല്ലൊരു ഭാഗവും വെള്ളത്തിനടിയിലായി. കൃഷിക്ക് കനത്ത നാശനഷ്ടം നേരിട്ടു. രാജ്യത്ത് വിലക്കയറ്റമുണ്ടായി. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പാകിസ്ഥാൻ സർക്കാരിനായില്ല. അതിലും പാകിസ്ഥാൻ പരാജയമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അതിർത്തി പ്രശ്നത്തിലേക്ക് വരികയാണെങ്കിൽ, അഫ്ഗാനിസ്ഥാനുമായി നിരന്തരം അതിർത്തി പ്രശ്നങ്ങൾ പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ചില നടപടികൾ പാകിസ്ഥാൻ ആസൂത്രണം ചെയ്തിരുന്നു. പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുടെ ശമ്പളം ഒഴിവാക്കൽ, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുക, ഫെഡറൽ മന്ത്രിമാരുടെ എണ്ണം കുറയ്ക്കുക, വിദേശത്തുള്ള വിദേശ ദൗത്യങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കൽ എന്നിങ്ങനെ പോകുന്നു പാകിസ്ഥാന്റെ ചെലവ് ചുരുക്കൽ നടപടികൾ. എന്തായാലും പാകിസ്ഥാന്റെ പരാജയങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടിതെറ്റി പാകിസ്ഥാൻ നിലത്ത് വീണു കഴിഞ്ഞു. അവിടെ നിന്ന് എണീക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നാണ് ലോകവും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.